ലൂക്കോസ് 8:44. പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. 12 വർഷം ഒരു രോഗത്തിൻ്റെ പിടിയിലായിരുന്ന സ്ത്രീ. അവൾ യേശുവിൻ്റെ സൗഖ്യമാക്കുവാനുള്ള ശക്തിയെയും ദൈവത്വത്തെയും വിശ്വസിച്ചു. അവൾക്ക് അടുത്തു ചെല്ലുവാൻ അവകാശമില്ലായിരുന്നു. എന്നാൽ അവൾ യേശുവിൻ്റെ പിറകിലെത്തി അടുത്തു ചെന്നു. നാം യേശു പോകുന്ന ആ വഴിയിലൂടെ തന്നെ യേശുവിൻ്റെ പിന്നാലെ ചെന്നാൽ അടുത്തു ചെല്ലുവാനും വസ്ത്രത്തിന്മേൽ തൊടുവാനും ഒക്കെ സാധിക്കും. യേശുവിൽ നിന്ന് ഉടനടി സൗഖ്യത്തിൻ്റെ മറുപടി വ്യാപരിച്ചു. അവളുടെ വിശ്വാസത്തിന് ഉടനടി മറുപടി ലഭിച്ചു. ചില പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അപേക്ഷകൾക്കും കണ്ണുനീരിനുമൊക്കെ മറുപടി ഉടനെ നമുക്ക് ലഭിക്കുന്നു. ലൂക്കോസ് 13:11 മുതൽ 13 വരെ വായിക്കുമ്പോൾ, ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ പള്ളിയിലുണ്ടായിരുന്നു. ഒട്ടും നിവരുവാൻ കഴിയില്ലായിരുന്നുവെങ്കിലും അവൾ പള്ളിയിൽ വരുമായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ആരാധനയ്ക്കോ സഭാരാധനയ്ക്ക് പോകുന്നതിനോ ഒരിക്കലും തടസ്സമാകരുത്. 18 സംവത്സരം ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൾ ആ ആഴ്ചയിൽ പള്ളിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശു അവളെ കണ്ടതും മനസ്സലിഞ്ഞതും സൗഖ്യമാക്കിയതും. അവൾ ആ ശാരീരിക സ്ഥിതിയുമായി അങ്ങനെ കഴിയുകയായിരുന്നു. അവളുടെ മേലൊരു രോഗാത്മാവാണ് ഉള്ളതെന്ന് അവൾ അറിഞ്ഞു കാണില്ല. അവൾ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ ചെന്നുമില്ല. എന്നാൽ യേശു അവളെ കണ്ടു. അവളുടെ ആ രോഗബന്ധനത്തെ അഴിച്ചു കളഞ്ഞു. ഒരു കയർ അഴിക്കുന്നത് പോലെ അവളെ ബന്ധിച്ചിരുന്ന ആ രോഗശക്തിയെ കർത്താവ് അഴിച്ചങ്ങ് മാറ്റി. അന്ന് ആ സ്ത്രീ സഭാരാധനയ്ക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾ അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കുമായിരുന്നു. നാം പ്രാർത്ഥിക്കാതെയൊക്കെ നമ്മുടെ കഷ്ടതകൾ കണ്ടുപിടിപ്പിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നാം എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിപഥത്തിനുള്ളിൽ കാണണമെന്ന് മാത്രം. യോഹന്നാൻ 5:2 മുതൽ 8 വരെ വായിക്കുമ്പോൾ, ബെഥസ്ത എന്ന കുളക്കടവിൽ 38 വർഷം രോഗം ബാധിച്ചു കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അവനോട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറേ പരാതി പറഞ്ഞു. ആരും സഹായത്തിനില്ല എന്നൊക്കെ പരാതി പറഞ്ഞു. എന്നാൽ യേശു മനസ്സലിഞ്ഞു. ഇസ്രായേൽ ജനം ഒരുപാട് പിറുപിറുത്തു പരാതി പറഞ്ഞു. എന്നിട്ടും ദൈവം അവരെ വിടുവിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കാതെയുമൊക്കെ ദൈവം നമ്മെ വിടുവിക്കുന്നു. നാം പരാതി പറഞ്ഞാലും പിറുപിറുത്താലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും നമ്മെ അത്ഭുതമാക്കി തീർക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം പറയാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഞങ്ങളെ വാരിപ്പുണരുന്ന സ്നേഹത്തിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.